കുഴപ്പച്ചീര കിള്ളാൻ വന്നേക്കണേന്. ഞങ്ങൾ കർക്കിടക മാസത്തിൽ ഈ കുഴപ്പ കറി വെക്കുന്നത് നല്ല ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ അത് കിള്ളാൻ വേണ്ടിയിട്ട് ഒരു പാടത്ത് വന്നേക്കണേണ്. നമ്മളെ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനുള്ള മരുന്നൊക്കെയാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. ഇത് പൂവാങ്കുരുന്നാണ്. മരുന്ന് കഞ്ഞിയിൽ ഇടുന്ന ചെടിയാണ്, മരുന്നാണിത്, മരുന്ന് ചെടിയാണ്, പൂവാങ്കുരുന്നാണ്. അതുപോലെ തന്നെ വേറെയുള്ള ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഇത് എടുക്കും. പിന്നെ ഈ തൊട്ടാവാടി നടുവേദനക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മരുന്ന് കഞ്ഞിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറെ കുറേ മരുന്നുകളൊക്കെ പറിക്കാനുണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ കാണുന്നില്ല. നമ്മളത് നോക്കി കിടക്കണേണ്. നമ്മൾ പാടത്തുനിന്ന് കൊഴുപ്പയൊക്കെ പറിച്ച് വീട്ടിലെത്തിയതേ കൊഴുപ്പയൊക്കെ ശരിയാക്കിയിട്ട് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കണേണ്. നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ട് പരിപ്പും കൂടി ഇട്ടിട്ടൊക്കെയാണ് വെക്കുന്നത്. കുഴപ്പച്ചീരയുടെ അകത്ത് പരിപ്പിടും. അത് എന്നിട്ട് പരിപ്പ് വേറെ വേവിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അത് ഇത് വെന്ത് വന്നിട്ടാണ് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വേറൊന്നും വേണ്ട, വെള്ളമൊന്നും വേണ്ട. വെള്ളമൊക്കെ ഈ ഇലയിൽ തന്നെ ധാരാളം വെള്ളമുണ്ട്. അപ്പൊ നമ്മള് എത്രയായിട്ട് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഇങ്ങനെ മറിച്ചു കൊടുത്താൽ മതി. നമ്മളത് രണ്ട് ചതച്ച വെളുത്തുള്ളി പിന്നെ കൂടി ജീരകം തീർന്നു. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഈ ഒരു കറി മാത്രം മതി, കുറേ ചോറ് തിന്നാൻ പറ്റും. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ഈ കറി മാത്രം കൂട്ടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ചതച്ച ഉള്ളി മുളകും കൂടി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.